റേഷൻ ടോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് വെച്ചാൽ മമ്മൂട്ടി കമ്പനിയുടെ അടുത്ത സിനിമകളെക്കുറിച്ചാണ്. അതായത് മമ്മൂട്ടി കമ്പനിയുടെ അടുത്ത സിനിമകൾ എന്താണെന്നുള്ള ചർച്ചകൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നടക്കുന്നുണ്ട്. അതായത് അവരുടെ 5ാമത്തെ സിനിമയായിട്ടുള്ള ടർബോയും തിയേറ്ററിൽ റിലീസ് ചെയ്ത് ഒരു വലിയ രീതിയിലുള്ള ഒരു വിജയവും ടർബോയും നേടിയെടുത്ത സാഹചര്യത്തിൽ 6ാമത്തെ സിനിമ എന്താണ് 6ാമത്തെ സിനിമ, അല്ലെങ്കിൽ ഏതാണ് 6ാമത്തെ സിനിമ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ 6ാമത്തെ സിനിമ ഏതാണെന്നുള്ള രീതിയിൽ നമ്മൾ പല ചർച്ചകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ചിട്ടുള്ള 2 പ്രോജക്റ്റുകളാണ് അടുപ്പിച്ചടുപ്പിച്ച് മമ്മൂട്ടി കമ്പനിയുടേതായിട്ട് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഈ അടുത്ത സമയത്ത് നമുക്കറിയാം, ആദ്യം തന്നെ നമുക്ക് പറയാം, ഒരു MP ആയിട്ട് ഇലക്ഷനിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സുരേഷ് ചേട്ടന് അഭിനന്ദനങ്ങൾ. അത് ആദ്യം പറയേണ്ട നേരത്തെ, പക്ഷേ ഇപ്പോൾ പറയുന്നു. അപ്പോൾ സുരേഷ് ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്ത വരാൻ പോകുന്ന ഒരു 5 or 6 പ്രോജക്റ്റുകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരെണ്ണം എന്ന് പറയുന്നത് മമ്മൂട്ടി കമ്പനിയുടെ സിനിമയാണ്. മമ്മൂട്ടി കമ്പനിയുടെ സിനിമ നമുക്കറിയാം, അത് ഏത് സിനിമയാണെന്നുള്ളത് നമുക്കറിയാം. മഹേഷ് നാരായണൻ ഡയറക്റ്റ് ചെയ്യുന്ന, മമ്മൂക്ക, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ അഭിനയിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ സുരേഷ് ചേട്ടനും ആ സിനിമയിലുണ്ടെന്നുള്ള വാർത്തകൾ ആദ്യം തൊട്ട് വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് മമ്മൂക്കയും സുരേഷ് ചേട്ടനും ഫഹദും കുഞ്ചാക്കോയും ഇവർ 4 പേരും അഭിനയിക്കുന്ന സിനിമയാണ്, മഹേഷ് നാരായണൻ്റെ സിനിമയാണ് മമ്മൂട്ടി കമ്പനിയുടെ ഒരു സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിനിമ നമുക്കറിയാം, പല പ്രൊഡ്യൂസേഴ്സ്, ആദ്യം ഇതിൻ്റെ പ്രൊഡ്യൂസറായിട്ട് ഫഹദ് ഫാസിലിനെ പോലുള്ളവരുടെ പേര് പറഞ്ഞു കേട്ട്, പിന്നീട് അത് ഫഹദ് ഫാസിലിന് അതിൻ്റെ നിർമ്മാണ ചെലവ് ബുദ്ധിമുട്ടാണെന്ന് വന്നപ്പോഴത്തേക്ക് മറ്റു ചില നിർമ്മാതാക്കളോടൊപ്പം ആൻഡ്രോ ജോസഫിൻ്റെ പേര് പറഞ്ഞു കേട്ട്, പക്ഷേ അതിപ്പം നമുക്ക് മമ്മൂട്ടി കമ്പനിയിലേക്ക് വന്നിരിക്കുക. അതായത് ഇത്തരത്തിലുള്ള ഒരു വലിയൊരു പ്രോജക്റ്റിന് പണം മുടക്കാൻ മമ്മൂക്ക തയ്യാറാണ്. കാര്യം ആ പ്രോജക്റ്റിലുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വാസം നമുക്കറിയാം. ഒരു സിനിമയുടെ കഥ കേട്ട് കഴിയുമ്പോൾ അദ്ദേഹത്തിന് അറിയാം, കാര്യം ഈ സിനിമ ലാഭമാവോ ഇല്ലയോ. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹം ഒരിക്കലും നമ്മൾ പറയുന്ന കണക്ക് ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ മാത്രമല്ല ഒരു സിനിമ ഒരുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ നിർമ്മാണം മമ്മൂക്ക ഏറ്റെടുത്തായിട്ടുള്ള വാർത്തകളാണ് വരുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ സിനിമയ്ക്കകത്താണ്, മമ്മൂട്ടി കമ്പനി അത് മമ്മൂക്ക മഹേഷ് നാരായണൻ്റെ സിനിമയ്ക്കകത്താണ് ഈ പറയുന്ന കണക്ക് സുരേഷ് ഗോപിയും അതുപോലെ ഫഹദ് ഫാസിലും കുഞ്ചാക്കോ ബോബനും എല്ലാവരും ഒന്നിക്കുന്നത്. ഇതാണ് മമ്മൂട്ടി കമ്പനിയുടെ ഒരു സിനിമ. പക്ഷേ ഇത് ഓഗസ്റ്റിലാണ് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് സുരേഷ് ഗോപി പറയുന്ന അനുസരിച്ചിട്ടാണെങ്കിൽ ഈ സിനിമയുടെ ചിത്രീകരണം ഓഗസ്റ്റിൽ തുടങ്ങുമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. പക്ഷേ ഇപ്പം ജൂണിൽ, ഈ മാസം തന്നെ മമ്മൂട്ടി കമ്പനിയുടെ മറ്റൊരു സിനിമ തുടങ്ങുന്നതായിട്ടുള്ള വാർത്തകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ഗൗതം വാസുദേവ മേനോൻ ഡയറക്റ്റ് ചെയ്യുന്ന, മമ്മൂക്കയും നയൻതാരയും ഒന്നിക്കുന്ന മമ്മൂട്ടി കമ്പനിയാണ്. അത് നിർമ്മിക്കുന്ന മമ്മൂട്ടി കമ്പനി തന്നെയാണ്. അപ്പോൾ ആ സിനിമ ഏതാണ്ട് ജൂൺ പകുതിയോടുകൂടി, അതല്ലെങ്കിൽ ജൂൺ 15-ന് ശേഷം ഒരു ജൂൺ 20-ഓടുകൂടി അതിൻ്റെ ഒരു ഷൂട്ടിംഗ് ആരംഭിക്കും എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗൗതം വാസുദേവൻ ഡയറക്റ്റ് ചെയ്യുന്ന, മമ്മൂക്കയും നയൻതാരയും ഒന്നിക്കുന്ന സിനിമയായിരിക്കും മമ്മൂട്ടി കമ്പനിയുടെ 6ാമത്തെ സിനിമ. മമ്മൂക്കയും സുരേഷ് ഗോപിയും ഫഹദ് ഫാസിലും കുഞ്ചാക്കോവനും ഒന്നിക്കുന്ന സിനിമ മമ്മൂട്ടി കമ്പനിയുടെ 7ാമത്തെ സിനിമയാവും. കാര്യം പിന്നീട് നമുക്കൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, മമ്മൂട്ടി കമ്പനിയുടെ 2 സിനിമകൾ ഒരേ സമയത്ത്, അതായത് ഏതാണ്ട് 2 മാസത്തിൻ്റെ വ്യത്യാസത്തിൽ ഷൂട്ടിംഗ് തുടങ്ങുമോ എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ ഇപ്പോൾ ജൂണിൽ ഷൂട്ട് തുടങ്ങുന്ന സിനിമ എന്തായാലും ഓഗസ്റ്റോടുകൂടി അതിൻ്റെ ഷൂട്ടിംഗ് പൂർത്തിയാവും. കാര്യം പിന്നീട് ഓഗസ്റ്റിലാണ് മറ്റേ സിനിമ തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് മമ്മൂട്ടി കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത് മാനേജ് ചെയ്യുക വളരെ നിസ്സാരമായിട്ടുള്ള കാര്യം, വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഏതായാലും ഈ 2 സിനിമയ്ക്ക് വേണ്ടിയിട്ട് മമ്മൂക്കയുടെ ആരാധകർക്ക് തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യാം. അതായത് ഒരു വലിയ രീതിയിലുള്ള ഒരു വിരുന്നായിരിക്കും ഈ 2 സിനിമയെന്ന് നമുക്കറിയാം. താങ്ക് യു.